വർഷങ്ങളായി ആരാധകർ കാത്തിരുന്ന ദൃശ്യം 3 ഒടുവിൽ തിയേറ്ററുകളിൽ എത്തി. ഇപ്പോൾ ബോക്സ് ഓഫീസിൽ തീപാറിക്കുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിലീസിന് മുമ്പ് തന്നെ റെക്കോർഡ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ വാർത്തകളിൽ ഇടം നേടിയ ചിത്രം റിലീസ് ദിനത്തിൽ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ആദ്യ ദിനം ലോകമെമ്പാടുമായി 43 കോടിയിലധികം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയതെന്നാണ് വിവിധ ട്രേഡ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചില ട്രേഡ് അനലിസ്റ്റുകൾ ഇത് 48 കോടി വരെ എത്തിയേക്കാമെന്നും പറയുന്നുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് ഇത്ര വലിയ ആഗോള വരവേൽപ്പ് ലഭിക്കുന്നത് വളരെ അപൂർവമാണ്. ദൃശ്യം എന്ന ബ്രാൻഡിന്റെ ശക്തിയും മോഹൻലാലിന്റെയും ജീത്തു ജോസഫിന്റെയും കൂട്ടുകെട്ടിന്റെ സ്വാധീനവും ഇതിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ദൃശ്യം എന്ന പേര് മലയാള സിനിമയ്ക്ക് ഒരു സിനിമയുടെ പേര് മാത്രമല്ല, അത് ഒരു വികാരമാണ്. 2013 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം മുതൽ തന്നെ ജോർജ് കുട്ടിയും കുടുംബവും മലയാളികളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയിരുന്നു. ഒരു സാധാരണ കേബിൾ ഓപ്പറേറ്റർ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഞെട്ടിച്ചിരുന്നു. പിന്നീട് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറി. ഹിന്ദിയിൽ അജയ് ദേവ്ഗൻ അഭിനയിച്ച പതിപ്പും വലിയ വിജയമായി. അതിനുശേഷം വന്ന ദൃശ്യം 2 ഒടിടി റിലീസായിട്ടും വലിയ സ്വാധീനം സൃഷ്ടിച്ചു. ഇപ്പോൾ 3ാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ആഘോഷമാണ് സംഭവിച്ചിരിക്കുന്നത്. റിലീസിന് മുമ്പ് തന്നെ ദൃശ്യം 3 റെക്കോർഡ് പ്രീ സെയിൽസ് സ്വന്തമാക്കിയിരുന്നു. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം 20 കോടിയിലധികം രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് ചിത്രം നേടിയിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, UK, അയർലൻഡ് എന്നിവിടങ്ങളിലും വൻ പ്രതികരണമാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ അർദ്ധരാത്രി ഷോകൾ പോലും ഹൗസ്ഫുൾ ആയിരുന്നു. UKയും അയർലൻഡും ഉൾപ്പെടെയുള്ള വിദേശ മാർക്കറ്റുകളിൽ മലയാള സിനിമയ്ക്ക് ഇത്ര വലിയ ആവേശം ലഭിക്കുന്നത് അപൂർവമാണെന്നാണ് ട്രേഡ് വിദഗ്ധർ പറയുന്നത്. തിയേറ്ററുകളിലെ പ്രതികരണം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ആരാധകർ വലിയ ആഘോഷങ്ങളോടെയാണ് സിനിമയെ വരവേറ്റത്. പല തിയേറ്ററുകളിലും പ്രത്യേക ഫാൻസ് ഷോകൾ സംഘടിപ്പിച്ചു. മോഹൻലാലിന്റെ എൻട്രി സീനുകൾക്ക് തിയേറ്ററുകൾ മുഴുവൻ കയ്യടികളാൽ നിറഞ്ഞു. ജോർജ് കുട്ടി വീണ്ടും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷം തന്നെ ആളുകൾ എഴുന്നേറ്റ് നിന്നാണ് ആഘോഷിച്ചത്. പല സ്ഥലങ്ങളിലും പൂക്കളും പടക്കങ്ങളും വരെ ഉപയോഗിച്ചാണ് ആരാധകർ സിനിമയെ വരവേറ്റത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആരാധക ആഘോഷങ്ങളിൽ ഒന്നായാണ് ഇപ്പോൾ ദൃശ്യം 3 റിലീസ് വിലയിരുത്തപ്പെടുന്നത്. മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ജോർജ് കുട്ടിയായി ജീവിച്ചിരിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത്. ആദ്യ ഭാഗത്തിൽ കണ്ട ആ സാധാരണ മനുഷ്യന്റെ പേടിയും ബുദ്ധിയും കുടുംബസ്നേഹവും ഇന്നും അതേ തീവ്രതയിൽ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് ചില വികാരരംഗങ്ങളിൽ മോഹൻലാൽ വീണ്ടും പ്രേക്ഷകരെ കണ്ണുനിറയിപ്പിക്കുന്നുണ്ട്. അതേസമയം സസ്പെൻസ് നിറഞ്ഞ രംഗങ്ങളിൽ പഴയ ജോർജ് കുട്ടിയുടെ കൃത്യമായ കാൽക്കുലേഷനും പ്ലാനിംഗും വീണ്ടും കാണാൻ കഴിയുന്നു. ഇതുവരെ പുറത്തിറങ്ങിയ 3 ഭാഗങ്ങളിലും ജോർജ് കുട്ടിയുടെ കഥാപാത്ര വളർച്ച വളരെ കൃത്യമായി കൈകാര്യം ചെയ്തതിന്റെ മുഴുവൻ ക്രെഡിറ്റും മോഹൻലാലിനും ജീത്തു ജോസഫിനുമാണ് ആരാധകർ നൽകുന്നത്. ജീത്തു ജോസഫിന്റെ തിരക്കഥയും സംവിധാനവും ഇപ്പോൾ വലിയ പ്രശംസയാണ് നേടുന്നത്. ദൃശ്യം സിനിമകളുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ തിരക്കഥയാണ്. ഓരോ ചെറിയ ഡയലോഗിനും പിന്നിൽ പോലും ഒരു അർത്ഥമുണ്ടാകും. ഈ തവണയും അതേ മാജിക്ക് ആവർത്തിച്ചിരിക്കുകയാണ് ജീത്തു ജോസഫ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ പകുതി വളരെ സാധാരണ രീതിയിൽ മുന്നേറുന്നുവെന്ന് തോന്നിപ്പിച്ചാലും പിന്നീട് ഓരോ രംഗവും വലിയ സസ്പെൻസിലേക്കാണ് മാറുന്നത്. ക്ലൈമാക്സ് രംഗങ്ങൾ തിയേറ്ററുകളിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. ചിലർ ഇത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ക്ലൈമാക്സുകളിൽ ഒന്നാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിനം തന്നെ ചിത്രം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. വിവിധ ട്രേഡ് റിപ്പോർട്ടുകൾ പ്രകാരം 43 കോടിയിലധികം രൂപയാണ് ചിത്രം ലോകമെമ്പാടുമായി നേടിയത്. ചില അനലിസ്റ്റുകൾ ഇത് 48 കോടി വരെ എത്തിയേക്കാമെന്നും പറയുന്നു. ഇതോടെ 2026 ഏറ്റവും വലിയ മലയാളം ഓപ്പണറുകളിൽ ഒന്നായി ദൃശ്യം 3 മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം റെക്കോർഡ് ഓക്യുപ്പൻസിയാണ് ചിത്രം നേടിയത്. നിരവധി തിയേറ്ററുകളിൽ അധിക ഷോകൾ ചേർക്കേണ്ടി വന്നിരുന്നു. കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ സിനിമയെ ഏറ്റെടുത്തതോടെ അടുത്ത ദിവസങ്ങളിലും കളക്ഷൻ കുത്തനെ ഉയരുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരു പ്രധാന കാര്യം, ദൃശ്യം 3 ഇപ്പോൾ പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഹിന്ദി പ്രേക്ഷകരും സിനിമയെക്കുറിച്ച് വലിയ ആകാംക്ഷയിലാണ്. അജയ് ദേവ്ഗൻ അഭിനയിക്കുന്ന ഹിന്ദി ദൃശ്യം 3 ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ മലയാള പതിപ്പാണ് ആദ്യം പുറത്തിറങ്ങിയത്. ഹിന്ദി റീമേക്കിനേക്കാൾ മുമ്പ് തന്നെ മലയാള പതിപ്പ് ഇത്ര വലിയ വിജയമാകുന്നത് ജീത്തു ജോസഫിന്റെ കഥയുടെ ശക്തി തെളിയിക്കുകയാണ്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മീന, അൻസിബ, എസ്തർ അനിൽ എന്നിവർ വീണ്ടും കുടുംബരംഗങ്ങളിൽ മികച്ച പ്രകടനം നടത്തി. ചില വികാരഭരിത രംഗങ്ങളിൽ തിയേറ്ററുകളിൽ നിശബ്ദത നിറഞ്ഞ നിമിഷങ്ങൾ വരെ ഉണ്ടാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ചില സർപ്രൈസ് കഥാപാത്രങ്ങളും സിനിമയിൽ ഉണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അവയാണ് സിനിമയുടെ വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായി മാറിയിരിക്കുന്നത്. സാങ്കേതികമായി നോക്കിയാലും സിനിമ വളരെ ഉയർന്ന നിലവാരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം, ക്യാമറ, എഡിറ്റിംഗ് എന്നിവയ്ക്ക് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സസ്പെൻസ് രംഗങ്ങളിൽ പശ്ചാത്തല സംഗീതം ടെൻഷൻ ഇരട്ടിയാക്കുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സീനുകളും തിയേറ്ററിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നതിന് പ്രധാന കാരണം ഈ ടെക്നിക്കൽ മികവാണെന്നാണ് പലരും പറയുന്നത്.
ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ച നടക്കുന്നത് ദൃശ്യം 3 മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർക്കുമോ എന്നതാണ്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ചിത്രം ആദ്യ വാരാന്ത്യത്തിൽ തന്നെ 100 കോടി ക്ലബിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. വാക്ക് ഓഫ് മൗത്ത് വളരെ ശക്തമാണ്. ആദ്യ ദിനം കണ്ടവർ വീണ്ടും കുടുംബത്തോടൊപ്പം സിനിമ കാണാൻ പോകുന്നുവെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത്. അതാണ് സിനിമയുടെ ദീർഘകാല വിജയത്തിന് ഏറ്റവും വലിയ അടിസ്ഥാനം. മോഹൻലാൽ സിനിമ റിലീസിന് ശേഷം വളരെ വികാരാധീനനായി പ്രതികരിക്കുകയും ചെയ്തു. ഈ സിനിമ അതിയായ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഒരുക്കിയതാണെന്നും പ്രേക്ഷകർ നൽകുന്ന സ്നേഹം ജീവിതത്തിൽ മറക്കാനാകാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരാധകരുടെ പ്രതികരണം കണ്ട് ജീത്തു ജോസഫും സന്തോഷം പ്രകടിപ്പിച്ചു. വർഷങ്ങളായി കാത്തിരുന്ന ആരാധകർക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ അനുഭവം നൽകാനായതിൽ സന്തോഷമുണ്ടെന്നാണ് സംവിധായകൻ പറഞ്ഞത്. ഒടുവിൽ പറയാനുള്ളത്, ദൃശ്യം 3 ഇപ്പോൾ ഒരു സിനിമ എന്നതിലുപരി മലയാള സിനിമയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇപ്പോൾ ജോർജ് കുട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ്. ആദ്യ ദിനം തന്നെ ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഇനി എത്ര വലിയ റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മോഹൻലാലും ജീത്തു ജോസഫും വീണ്ടും ഒരിക്കൽ കൂടി മലയാള സിനിമയുടെ ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ദൃശ്യം 3 ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ എത്ര വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കും എന്നത് കാണാനാണ് ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത്.